ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായി വന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജന്റെ പുസ്തകത്തെക്കുറിച്ചാണ്. സിനിമ പഠിക്കാനും നോവൽ എഴുതാനുമുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കുവാനുമായി ആലപ്പുഴയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്ന് ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീരാമിനെ വരവേറ്റത് വിചിത്ര സംഭവങ്ങളുടെ പരമ്പരയാണ്. ഇതിൽ പ്രണയമുണ്ട്, പ്രതികാരമുണ്ട്, സൗഹൃദമുണ്ട്, യാത്രയുണ്ട്, പിന്നെ സിനിമയും. റാം കെയർ ഓഫ് ആനന്ദി ഒരു വികാരം നിറഞ്ഞ പ്രണയ നോവലാണ്. കഥയുടെ കേന്ദ്ര കഥാപാത്രമാണ് റാം. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള ഒരു യുവാവ്. സിനിമാ സംവിധായകനാകണമെന്ന ആഗ്രഹത്തോടെ അവൻ തൻ്റെ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ അവൻ്റെ ജീവിതത്തിലേക്ക് ആനന്ദി എത്തുന്നു. അവിടെ ആദ്യം ചെറിയ കലഹങ്ങളും പിന്നെ സൗഹൃദവും അതിലുപരിയായി രൂപപ്പെടുന്ന പ്രണയവും കഥയെ കൂടുതൽ ആഴത്തിലേക്ക് നയിക്കുന്നുണ്ട്. ജീവിതത്തിലെ സന്തോഷങ്ങളും വേദനകളും നഷ്ടങ്ങളും പ്രതീക്ഷകളും തമ്മിൽ പോരാടുന്ന യുവജനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ കഥയിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. റാമിന്റെ ജീവിതയാത്രയിൽ ചില വ്യക്തികളും കടന്നു വരുന്നുണ്ട്. ഏറെ പ്രത്യേകമായി കോളേജ് മേറ്റ്സ് ആയ വെട്രി, രേഷ്മ, ഇവരെ കോളേജിലെ റിസപ്ഷനിസ്റ്റ് ആയ ആനന്ദി, ഇവർ മൂവരും താമസിക്കുന്ന വീടിൻ്റെ ഉടമ പാട്ടി. ഇവരിലൂടെ സൗഹൃദങ്ങളുടെ വിലയും മനുഷ്യബന്ധങ്ങളുടെ ശക്തിയും എഴുത്തുകാരൻ വ്യക്തമാക്കുന്നു. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ വേദനകൾ നമുക്ക് വരച്ചു കാട്ടുന്ന മല്ലി എന്നൊരു കഥാപാത്രമുണ്ട്. റാമിന്റെ ഉറ്റ സുഹൃത്തായി മാറുന്ന മല്ലിയുടെ റോയൽ എൻഫീൽഡും ചിലങ്കകളും നമുക്ക് കണ്ണുനീരിന്റെ നനവ് സമ്മാനിക്കുമ്പോൾ വായനക്കാരൻ അറിയാതെ ചോദിച്ചു പോകുന്നു, ഈ സൗഹൃദം എപ്പോഴെങ്കിലും പ്രണയമായിരുന്നോ? ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷ, സിനിമാറ്റിക് അവതരണം, വികാരഭരിതമായ മുഹൂർത്തങ്ങൾ എന്നിവയാണ് ഈ നോവലിന്റെ പ്രധാന ആകർഷണം. വായന അവസാനിപ്പിച്ചാലും ഓരോ കഥാപാത്രങ്ങളും അവരുടെ ഓർമ്മകളും വായനക്കാരന്റെ മനസ്സിൽ തുടരുന്ന തരത്തിലുള്ള ഒരു അനുഭവമായി ഈ കൃതി നൽകുന്നു. ഏറെ പ്രത്യേകമായി വളരെ രഹസ്യങ്ങൾ കൂടുകൂട്ടിയ ഒരു ജീവിതമാണ് ആനന്ദിയുടേത്. കഠിനാധ്വാനിയായ ഒരു ആർഭാടവുമില്ലാത്ത ആനന്ദിയുടെ ജീവിതം രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. ഈ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനായി ഇവരെ സുഹൃത്തുക്കളായ രേഷ്മയും വെട്രിയും വണിയമ്പാടി എന്ന ആനന്ദിയുടെ നാട്ടിലെത്തുമ്പോൾ മുതൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് വായനക്കാരും കടന്നു പോകുന്നത്. പിന്നീടുള്ള വെട്രിയുടെയും രേഷ്മയുടെയും തിരോധാനവും ആനന്ദി പറയുന്ന ശ്രീലങ്കൻ കഥകളും അവൾ കടന്നുപോയ വേദനകളുടെ കനൽ വഴികളും കണ്ണീരണിയാതെ വായനക്കാരന് വായിക്കാനാവില്ല. ആനന്ദിയുടെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കുവാനായി മുംബൈയിൽ നിന്ന് മുനമ്പം ബീച്ച് വരെ പാട്ടിയും റാമും വെട്രിയും രേഷ്മയും യാത്രയാക്കാനായി പോകുന്നത് രസകരവും അതിലുപരിയായി വേദനാജനകവുമാണ്. ഒരിക്കലും പ്രണയം ജീവിത ലക്ഷ്യത്തിന് തടസ്സമാകരുത് എന്ന റാമിന്റെ തീരുമാനം വായനക്കാരെ ഒരു വിട്ടുകൊടുക്കുന്ന പ്രണയത്തിന്റെ തീവ്രതയിലേക്ക് നയിക്കുന്നു. വായന ഇഷ്ടപ്പെടുന്നവർക്കും വായന ഇഷ്ടപ്പെടാത്തവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു കഥ പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന റാം കെയർ ഓഫ് ആനന്ദി നിങ്ങളും വായിക്കില്ലേ? ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴ.